Now you see my power. റോബ്രട്ടോ ചീറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും ബീറ്റ് ചെയ്യും. ഗുഡ് മോർണിംഗ് അങ്കിൾ. അയ്യോ, ഈ കൊച്ചു വെളുപ്പാൻ നേരത്ത് എന്തിനാ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് നമ്മൾ സൺസിറ്റിയിൽ നടക്കാൻ പോകുന്ന കാർ സോക്കർ ടൂർണമെന്റിന്റെ പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ടൂർണമെന്റിൽ ജയിക്കുകയാണെങ്കിൽ ഒരു വലിയ ട്രോഫി പ്രൈസ് ആയിട്ട് കിട്ടും. മാത്രമല്ല പ്രൈസ് മണിയും കിട്ടും. ആ കാശ് വെച്ച് നമുക്ക് സൺസിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ ഓപ്പൺ ചെയ്യാം. വാവ്, ഇതുപോലുള്ള കാര്യങ്ങൾ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ അടിപൊളിയായ കാര്യം. കലക്കി. കാർ സോക്കർ ടൂർണമെന്റോ? അല്ല, എന്ന് വെച്ചാൽ എന്താ? കാർ സോക്കർ ടൂർണമെന്റിൽ ജനങ്ങൾ തന്റെ വണ്ടിയിൽ ഇരുന്നോണ്ട് തന്നെ സോക്കർ കളിക്കും. അതായത് കാറിന്റെ ഫുട്ബോൾ എന്ന് വെച്ചാൽ അത് വളരെ ജോളിയായിരിക്കും അല്ലേ? അതായത് ഫുട്ബോളിനെ മനുഷ്യരല്ല, പക്ഷേ വണ്ടികളാണ് കിക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെയുള്ള ഗോൾ പോസ്റ്റിൽ അവർ ഗോൾ അടിക്കാൻ ശ്രമിക്കും. കറക്റ്റ്. അതുകൊണ്ട് ഈ ടൂർണമെന്റ് നോർമൽ ഫുട്ബോൾ കൊണ്ടല്ല കളിക്കുന്നത്. ദേ അവിടെ ഇരിക്കുന്ന ആ വലിയ ഫുട്ബോൾ കൊണ്ടാണ് കളിക്കുന്നത്. എന്റെ ദൈവമേ, എന്തു വലിയ ഫുട്ബോളാ ഇവിടെ ഇരിക്കുന്നത്. ഞാനൊരല്പം കഴിച്ചോട്ടെ. പക്ഷേ കീക്കോ, ഞാൻ എന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ സ്റ്റേഡിയം തകർത്ത് പുറത്തേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാരും ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മളിപ്പോ നിന്റെ കിക്സിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പ്രാക്ടീസ് ചെയ്യുന്നത്. ട്വിങ്കിൾ, ഈ വിസിലും സ്പീഡ് ഗണ്ണും ഇത് വെച്ച് സൂപ്പർ സ്പീഡോയുടെ കിക്കിന്റെ സ്പീഡ് മെഷർ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ദേ അവിടെയുള്ള മലയിൽ ഈ ബോളൊന്ന് കിക്ക് ചെയ്യേ. ഓക്കെ ട്വിങ്കിൾ, ഇപ്പോൾ തന്നെ ചെയ്യാം. ഇല്ല സൂപ്പർ സ്പീഡോ, ബോളിന്റെ സ്പീഡ് ഒരുപാട് കൂടുതലാണ്. പവർ അല്പം കുറച്ച് കിക്ക് ചെയ്യേ. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കോൺസെൻട്രേറ്റ്. ഈ കാര്യം ഞാൻ രണ്ടു വാക്കിൽ പറയണമെങ്കിൽ നോൺ സ്റ്റോപ്പ് ഈറ്റിംഗ്. സൂപ്പർ സ്പീഡോ, നിനക്ക് ഭയങ്കര പവർ ഉണ്ട്. അതുകൊണ്ട് നിന്റെ എല്ലാ കിക്സും വളരെ പവർഫുള്ളാ. നീ നിന്റെ പവർ ഒരല്പം കൺട്രോൾ ചെയ്തിട്ട് കിക്ക് ചെയ്യേ. ഓക്കെ? വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. ഇപ്രാവശ്യം പവർ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ആ മൗണ്ടെയിൻ ഒട്ടും ഷേക്കായില്ല. സബാഷ് സൂപ്പർ സ്പീഡോ. ഇനി നിന്റെ പവർ ഒരു ഇത്തിരി കൂടി കുറച്ചിട്ട് ദാ ചെവിന്റെ നടുക്കൊരു റൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അവിടോട്ട് ഫുട്ബോൾ കിക്ക് ചെയ്യേ. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. രണ്ട് വാക്കിൽ പവറിനെ കുറിച്ച് പറയണമെങ്കിൽ കൺട്രോൾഡ് പവർ. സൂപ്പർ സ്പീഡോയുടെ ക്യൂരിയസ് പവർ കാണുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മാച്ചിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ല മേയർ അങ്കിൾ, ഫുട്ബോൾ ഒരു ടീം ഗെയിമാണ്. നമ്മളൊരു ടീമായിട്ട് ചേർന്ന് വേണം ഫുട്ബോൾ കളിക്കാൻ. നീ പറഞ്ഞ ശരിയാക്കിക്കോ. ഫുട്ബോളിലെ എല്ലാ പ്ലേയേഴ്സിന്റെയും നടുക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാമെന്നേ. സൺസിറ്റിയിൽ നടക്കുന്ന ഈ കാർ സോക്കർ ടൂർണമെന്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ മാച്ചിൽ ഏത് ടീമാണോ ജയിക്കുന്നത് അവർക്ക് വിന്നിംഗ് ട്രോഫി മാത്രമല്ല ഒരു വലിയ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതാണ്. എന്റെ ദൈവമേ, ഒരുപാട് കാശ് പ്രൈസ് ആയിട്ട് കിട്ടുന്നാണല്ലോ പറഞ്ഞത്. ഞാൻ നിങ്ങൾ കഴിക്കട്ടെ. ഒരു ഭാഗത്ത് കീക്കോയുടെ ടീം, അതിന്റെ ക്യാപ്റ്റൻ കീക്കോ. അവരുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് ബ്ലാക്ക് ജീപ്പിൽ മേയർ.
ഡിറ്റക്റ്റീവ് ചട്പറ്റ് അദ്ദേഹത്തിന്റെ ജൂനിയർ ബ്ലൂ റേസിംഗ് കാറില്, അതുപോലെ ടെമ്പോ അണ്ണൻ തന്റെ സോക്കർ ടാലന്റ് കാണിക്കുവാനായി ആന്റിക് കാറാണ് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഗ്രോബ്രേറ്റിന്റെ ടീം അവർ വളരെ വ്യത്യസ്തമായ ഒരു ബുൾഡോസറും കൊണ്ടാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ കുട്ടികളെ, ഈ ഗെയിം നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ചെന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്ക്. റോബ്രേറ്റിന്റെ ടീമിൽ ആന്റോണിയോ ഒരു തീ തുപ്പുന്ന വാൻ വെച്ചാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ. പിന്നെ അവരുടെ കൂടെ ലോറൻസോ അതിവേഗത്തിൽ കാറ്റ് പമ്പ് ചെയ്യുന്ന SUV വണ്ടി വെച്ചാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിൽ ഒരു നോർമലായ ട്രോളിയിൽ നിൽപ്പുണ്ട് ആൻഡ്രിയ. ഇവരുടെ ഈ വ്യത്യസ്തമായ വണ്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരുടെ കൂടെ ചേർന്ന് കളിക്കാൻ പോകുന്നത്? മേയറങ്കിൾ, തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങി കളിക്കണം, ജയിച്ചു കാണിക്കണം. എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഇഷ്ടമായി കിക്കോ. പക്ഷെ ഇത് നോക്ക്, വിജയിക്കാൻ കോൺഫിഡൻസിനോടൊപ്പം ചേർത്ത് ടാലന്റും വളരെ ആവശ്യമാണ്. പക്ഷേ ആ ടാലന്റ് നിനക്കുമില്ല, നിന്റെ ടീമിനുമില്ല. ഈ മാച്ചിൽ എന്റെ ടീം തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. എനിക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് മണി വെച്ച് ഈ സൺസിറ്റിയിൽ ഞാൻ സ്കൂൾ അല്ല, ഫാക്ടറി ഓപ്പൺ ചെയ്യും. എക്സ്ക്യൂസ് മീ റോബ്രേറ്റോ, നിങ്ങളിപ്പോ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡീമോട്ടിവേറ്റ്. മറ്റുള്ളവരെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ജയവും തോൽവിയും മാച്ച് തുടങ്ങുന്നതിന് മുമ്പല്ല, മാച്ചിന്റെ അവസാനം മനസ്സിലാവും. റോങ് ഫോർ യു ബട്ട് റൈറ്റ് ഫോർ മീ. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരും ബീറ്റ് ചെയ്യും. നീ തോൽക്കാൻ ഗുഡ് ലക്ക് കിക്കോ. ഇവനെന്താ ഭ്രാന്ത് വല്ലതും പിടിച്ചോ? തോൽക്കാൻ ആരെങ്കിലും ഗുഡ് ലക്ക് പറയാറുണ്ടോ? സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഈ മാച്ചിൽ ജയിച്ചേ പറ്റൂ. കാരണം സൺസിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ വളരെ അത്യാവശ്യമാണ്. ഡോണ്ട് വറി ബ്രോ, കീക്കോയും സൂപ്പർ സ്പീഡോ ഉള്ളതുവരെ റോങ്ങിന് ഒരിക്കലും റൈറ്റിന് ജയിക്കാനാവില്ല. ആ വണ്ടികളെല്ലാം കാണുമ്പോൾ വളരെ അപകടം പിടിച്ചതായി തോന്നുന്നു. ഞങ്ങൾ ഈ ഗെയിമിൽ തോൽക്കാതെ രക്ഷിക്കൂ. ഡോണ്ട് വറി മേയർ അങ്കിൾ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യ്. അയ്യോ ഷെടാ, എന്താ ഇത്? കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പ് അവരൊരു ഗോൾ അടിച്ചല്ലോ. റെഫറി അങ്കിൾ, ഇത് ചീറ്റിംഗ് ആണ്. ആ കാർ വിൻഡ് ബ്ലോയിങ് ബാർ യൂസ് ചെയ്താണ് ഗോൾ അടിച്ചത്. ഇത് ഫൗളാ. ഇറ്റ്സ് എ ഫൗൾ. ഓ, കീക്കോയുടെ ടീം കണ്ണടിച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ റോബ്രറ്റിന്റെ ടീം അവരുടെ ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുന്നു. റോബ്രറ്റോ ചീറ്റിംഗ് ചെയ്ത് എല്ലാവരും ബീറ്റ് ചെയ്യും. കീക്കോ, ഇതെല്ലാം ചീറ്റിംഗ് ആണ്. നീ പറഞ്ഞാൽ ഞാൻ എന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ, നമ്മൾ സൂപ്പർ പവേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം അത് വലിയ തെറ്റാ. ഇപ്പൊ നോക്കിക്കോ എന്റെ ബനാന കേക്ക്. റോബ്രട്ടോ തന്റെ ബുൾഡോസറിന്റെ 3 കൈകളും യൂസ് ചെയ്ത് ഇതാ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇവരൊക്കെ കളിക്കുന്നത് ഫുട്ബോൾ ആണോ അതോ WWF ആണോ? രക്ഷിക്കണേ. റെഫറി അങ്കിൾ, ഫുട്ബോളിൽ ഇങ്ങനെ പഞ്ച് ചെയ്യുന്നത് വലിയ തെറ്റാ. കീക്കോ, ഇവിടെ റെഫറി നീയല്ല, ഞാനാണ്. എന്റെ ഡിസിഷൻ മാത്രമാണ് ഇവിടെ കൗണ്ട് ആവുന്നത്. ഇവിടെ ഇപ്പൊ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ മെഗാ ചീറ്റിംഗ്. ഞാനൊരു സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. ബോൾ സ്ട്രൈറ്റ് ആയിട്ട് ഗോൾ പോസ്റ്റിൽ ചെന്ന് വീഴും. പിന്നെ ആ ട്രെയിലർ ബോൾ എങ്ങനെയാണ് തടഞ്ഞു നിർത്തുന്നതെന്ന് നോക്കാം.
കത്തിച്ചു കളഞ്ഞോ? നീ വളരെ വലിയ തെറ്റാ ചെയ്തത് റോബ്രറ്റോ. റോങ് ഫോർ യു ബട്ട് റൈറ്റ് ഫോർ മീ. റോബ്രട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരെയും ബീറ്റ് ചെയ്യും. ഓഹോ, ഗെയിം നടക്കുമ്പോൾ ബോൾ കത്തിക്കരിഞ്ഞു പോയതുകൊണ്ട് പുതിയ ബോൾ ഇപ്പോൾ ഗ്രൗണ്ടിലെത്തും. ഇവന്മാര് ഭയങ്കര ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. വേറെ വഴിയില്ല, ഞാൻ ഇറങ്ങി ഗോൾ അടിച്ചേ പറ്റൂന്നാ തോന്നുന്നത്. ചട്പട്ട് പിന്നെ ടെമ്പോ അണ്ണാ, നിങ്ങൾ രണ്ടുപേരും എന്നെ സൈഡിൽ നിന്ന് കവർ ചെയ്യൂ. ശ്രദ്ധിക്കണം, ഞാൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾ അടിക്കുന്നതെന്ന് നോക്കൂ. വെരി നൈസ് മേയർ അങ്കിൾ. എനിക്ക് പാസ് ചെയ്യേ, ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്യേ. ഇല്ല, ഇപ്രാവശ്യം ഞാൻ തനിച്ച് ഗോൾ അടിക്കാൻ പോവുകയാണ്. സബാഷ്, മേയർ ഗോൾ അടിച്ചത് ശരി. പക്ഷെ ഓപ്പോസിറ്റ് ടീമിന്റെ ഗോൾ പോസ്റ്റിലല്ല, സ്വന്തം ഗോൾ പോസ്റ്റിലാണ് അടിച്ചിരിക്കുന്നത്. മമ്മി, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? മേയർ അങ്കിൾ, ഇത് ടീം ഗെയിമാ. നമ്മൾ ഒറ്റ ടീമായിട്ട് വേണം കളിക്കാൻ. സോറി കിക്കോ, പെട്ടെന്ന് ഞാൻ ഒരല്പം എക്സൈറ്റ് ആയി പോയി. മേയർ അങ്കിൾ, എക്സൈറ്റ് ആവാതെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതാണ് നല്ലത്. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും തമ്മിൽ തമ്മിൽ പാസ് ചെയ്താ കളിക്കാൻ പോകുന്നേ. ഓപ്പോസിറ്റ് ടീം മെമ്പർ നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴെങ്കിലും വന്നാൽ അപ്പൊ പെട്ടെന്ന് ബോൾ മറ്റൊരാൾക്ക് പാസ് ചെയ്യേ. കീക്കോയുടെ ടീം ഗോൾ സ്കോർ ചെയ്യാനായി പരമാവധി ശ്രമിച്ചു. പക്ഷേ റോബ്രറ്റോയുടെ ഇന്റലിജൻസിന് മുൻപിൽ അവരുടെ ശ്രമം സഫലമായില്ല. ഗോൾ പോസ്റ്റിനെ ഇരുന്ന സ്ഥലത്തൊന്ന് മാറ്റി വെച്ചല്ലേ, നിന്റെ ചീറ്റിംഗ് കൂടുന്നുണ്ട്. റോബ്രട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരും ബീറ്റ് ചെയ്യും. In front of Roberto, നിങ്ങളുടെ ഈ പ്രൊട്ടക്ഷൻ വാൾ കാരണം ഒരു ഉപയോഗവുമില്ല. എന്റെ 3-in-1 കിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരും ബീറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്കോർ എത്രയായെന്ന് നോക്കാം. 15-0. അതായത് റോബ്രറ്റോയുടെ ടീം 15 ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു, കീക്കോയുടെ ടീമോ 0 ആണ്. ഇനി അടുത്തത് ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കിക്കോ ഇങ്ങോട്ട് നോക്ക്. റോബോട്ടിന്റെ ടീമിനെ കുറിച്ച് ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതിന്റെ റിപ്പോർട്ടായത്. അവന്റെ ടീം എപ്പോഴും ചീറ്റിംഗ് ചെയ്താണ് ജയിക്കുന്നത്. അത് മാത്രമല്ല, അവന് റെഫറിക്കും കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. റെഫറിയെ തന്റെ സൈഡിൽ വെച്ചാണ് അവൻ കളിക്കുന്നത്. അയ്യോ, ഓൾറെഡി അവന്മാരുടെ വണ്ടികൾ സൂപ്പർ പവറോട് കൂടിയാ കളിക്കുന്നത്. പോരാത്തതിന് റെഫറി അവർക്ക് സപ്പോർട്ടാ. ഈ മാച്ചിൽ ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. കീക്കോ, ഞാൻ ആലോചിക്കുന്നതാണോ നീയും ആലോചിക്കുന്നത്? അതേ സൂപ്പർ സ്പീഡോ, റോബ്രറ്റോയുടെ ടീം കാറ് സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്യാണ്. അവരോട് ഏറ്റുമുട്ടണമെങ്കിൽ നീയും നിന്റെ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്തേ പറ്റൂ. ഈ തീരുമാനത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ബ്രില്ലിയന്റ്. കറക്റ്റ്. ഞാൻ എന്റെ സൂപ്പർ പവർ യൂസ് ചെയ്തിട്ട് അവരുടെ ചീറ്റിംഗിന് മാത്രം തിരിച്ചടി നൽകാൻ പോവുകയാണ്. ശരിയാണ് സൂപ്പർ സ്പീഡോ. ഈ മാച്ചിൽ വിൻ ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് സൺസിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ തുറക്കണം. അതുകൊണ്ട് നിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്തേ പറ്റൂ. ആദ്യം ഫോർമുല നമ്പർ 554 അപ്ലൈ ചെയ്യ്. നമ്മുടെ ടീമിന്റെ കാറിനെ റിപ്പയർ ചെയ്യ്. എടാ കുട്ടികളെ,
എന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു പ്ലാനും വർക്കൗട്ട് ആവില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക്. കാരണം അറിയോ, റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരെയും ബീറ്റ് ചെയ്യും. വേഗം സൂപ്പർ സ്പീഡോ, ഇത്തവണ അവർക്കൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. ഫോർമുല നമ്പർ 63. യെസ് ഡൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 63. ഗോൾ! കീക്കോയും അവന്റെ ടീമും ആദ്യമായിട്ട് ഒരു സൂപ്പർ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഓൺലി 1 ഗോൾ. അതിനാണ് അത്രയ്ക്ക് സന്തോഷിക്കുന്നത്. ഞങ്ങളെ നോക്ക്, ഞങ്ങൾ 15 ഗോൾ അടിച്ചിരിക്കുന്നത്. ഗോൾ 15 ആയാലും 50 ആയാലും ശരി, ആരംഭം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗോളിൽ നിന്നല്ലേ തുടങ്ങുന്നത്. You are right, but wrong also. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 30. ഓപ്പോസിറ്റ് ടീം തുടർന്ന് ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഫറി ആകട്ടെ അതൊട്ടും ശ്രദ്ധിക്കുന്നുമില്ല. കണ്ണും തുറന്നു വെച്ച് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണ് സൂപ്പർ സ്പീഡോ. ആ റെഫറിയുടെ കണ്ണ് തുറപ്പിക്കാനായിട്ട് ബോളിനെ അവിടുന്ന് മാറ്റി ഗോൾ പോസ്റ്റിൽ ഇടാൻ വേണ്ടി ഫോർമുല നമ്പർ 95 ആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല നമ്പർ 95 ആക്ടിവേറ്റ് ചെയ്തിട്ട് ബോളിന്റെ പുറത്ത് ഒരു ഐസ് ലെയർ തന്നേക്കാം. ഫ്ലെയിം വാനിന്റെ ഫ്ലെയിം അതിൽ കൊള്ളുമ്പോൾ ബോളും ശരി, റഫറിയുടെ മൈൻഡും ശരി, രണ്ടും ശരിയാവും. ഓഹോ, എന്റെ 10 വർഷത്തെ കരിയറിൽ ഒരു റെഫറി തന്നെ ഗോൾ അടിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ ഈ ഗോളും ചേർത്ത് സ്കോർ എത്രയായെന്ന് അറിയാമോ? കീക്കോയുടെ ടീം 2 ഗോളും റോബർട്ടോയുടെ ടീം 15 ഗോളും അടിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും എന്റെ SUV ഹോൺ ഉപയോഗിച്ച് ഒന്ന് കളിപ്പിക്കാൻ പോവാണ്. നോക്കിക്കോ. സൂപ്പർ സ്പീഡോ, ഹോൺ വെച്ച് ഷൂട്ട് ചെയ്ത് ഗോൾ അടിക്കുന്നതിന് മുമ്പ് ഫോർമുല നമ്പർ 666 അപ്ലൈ ചെയ്യേ. അൾട്ടിമേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല നമ്പർ 666 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ എന്നെ സ്വയം മാഗ്നറ്റൈസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടീമും എന്റെ മേ തൊട്ടിപ്പിടിച്ചിരിക്കും. Now you see my power. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും ബീറ്റ് ചെയ്യും. നമ്മൾ എല്ലാവരും സൂപ്പർ സ്പീഡോയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യ. അവര് നമ്മളെ ചുറ്റി വളച്ചിരിക്കുകയാണ് സൂപ്പർ സ്പീഡോ. വേഗം ബോൾ മേയർ അങ്കിളിന് പാസ് ചെയ്യേ. ഇപ്പോ ഈ
ഈ മാച്ചിൽ ഇനി 30 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. വരാൻ പോകുന്ന ഈ 30 സെക്കൻഡ്സിൽ ഏത് ടീം സ്കോർ ചെയ്യുന്നുവോ അവരായിരിക്കും ഈ മാച്ചിന്റെ വിന്നർ. ഏതായാലും ശ്രദ്ധിച്ചു നോക്ക്, കിക്കോയുടെ ടീമാണോ ജയിക്കുന്നത് അല്ലെങ്കിൽ റോബർട്ടയുടെ ടീമാണോ എന്ന് നോക്കാം. ഫുൾ റഫ് ആൻഡ് ടഫ് ഗെയിം കളിക്ക്. എതിരിൽ ആര് വന്നാലും ശരി അവനെ അങ്ങ് തട്ടി തെറിപ്പിച്ചേക്ക്. ഫൈനൽ ഗോൾ അത് ഞാനാണ് അടിക്കാൻ പോകുന്നത്. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവരെയും ബീറ്റ് ചെയ്യും. കിക്കോ, നിന്റെ ടീമിലുള്ള ബാക്കി പ്ലേയേഴ്സിന്റെ കഥ അത്രയുള്ളൂ. ഇപ്പൊ നീയും എന്നോട് സോറി പറഞ്ഞേക്ക്. വന്ന വഴിക്ക് തന്നെ തിരിച്ചോടിക്കോ. ഇനി 10 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ സൂപ്പർ സ്പീഡോ. Everyone back, back, come on, come on. എല്ലാവരും ഡിഫൻസീവ് മോഡിൽ നിൽക്ക്. വേഗം വേഗം. സൂപ്പർ സ്പീഡോ വേഗം ഫോർമുല നമ്പർ 82 84 ഡി ബീറ്റ യൂസ് ചെയ്യ. സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യ. Okay bro, I will do my best. കിക്കോ പിന്നെ സൂപ്പർ സ്പീഡോയുടെ ക്യാപ്റ്റൻഷിപ്പിൽ ടീം സൺ സിറ്റി ഈ കാർ സോക്കർ ടൂർണമെന്റിൽ ജയിച്ചിരിക്കുന്നു. അവർക്ക് ഈ ട്രോഫി മാത്രമല്ല അതോടൊപ്പം ക്യാഷ് പ്രൈസും ലഭിക്കാൻ പോവുകയാണ്. അങ്കിൾ, എനിക്കൊരു അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്. ഈ മാച്ചിൽ കൂടി ഞങ്ങൾക്ക് കിട്ടിയ പ്രൈസ് മണി വെച്ച് ഞങ്ങൾ സൺസിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവിടെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നൽകാൻ പോവാ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർക്കും പഠിക്കാൻ പറ്റാത്തവർക്കും ഇവിടെ വന്ന് ധാരാളമായിട്ട് പഠിക്കാം. And 3 cheers for my team. Hip 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 hooray!